കഴിഞ്ഞ 72 ദിവസമായി തെരഞ്ഞു നടന്ന ചോദ്യത്തിനൊടുവിൽ ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടി. നാടൊന്നാകെ പ്രാർത്ഥിച്ചിട്ടും അത്ഭുതമൊന്നും സംഭവിച്ചില്ല. പുഴയുടെ 12 മീറ്റർ താഴ്ചയിൽ നിന്ന് അർജുന്റെ ചേതനയറ്റ ശരീരം കണ്ടെത്തി. ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നാണ് അർജുന്റെ മൃതദേഹം കിട്ടിയത്. ഒരു നാടും ഒരു ജനതയും ഒന്നാകെ ആഗ്രഹിച്ചതാണ് അർജുന്റെ മടങ്ങിവരവ്. പക്ഷേ പ്രതീക്ഷകൾ പൂർണ്ണമായും മങ്ങിയിരുന്നു. എങ്കിലും നാം ആ ശ്രമം ഉപേക്ഷിച്ചില്ല. കേരള, കർണാടക സംസ്ഥാന സർക്കാരുകൾ, നേവി, റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ, കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ, കാർവാർ ഭരണകൂടം, മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ, തുടക്കത്തിൽ രക്ഷാദൌത്യത്തിന് എത്തിയ രഞ്ജിത്ത് ഇസ്രായേൽ, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തവരുടെ രക്ഷാദൌത്യത്തിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം ലഭിച്ചത്. പ്രതീക്ഷ നഷ്ടപ്പെടാത്തവരായിരുന്നു അർജുന്റെ കുടുംബവും ലോറി ഉടമ മനാഫും. തീർത്താൽ തീരാത്ത വേദനയാണ്, തീരാ നഷ്ടമാണ് അർജുന്റെ ഓർമ്മയിൽ കണ്ണീർ പൂക്കൾ. കാണാതെ 72ാം ദിവസമാണ് ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതെ അർജുന്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തുന്നത്. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറി ഉയർത്തിയത്. ലോറിയുടെ ക്യാബിനിൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹ ഭാഗങ്ങൾ. ഇന്ന് തന്നെ മൃതദേഹ ഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. കാത്തിരിപ്പുകൾ ഫലം കണ്ടില്ല. അർജുൻ തിരികെ വന്നതുമില്ല. എങ്കിലും എണ്ണിക്കാത്തിരുന്ന ദിവസങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയതിന്റെ നേരിയ സമാധാനമുണ്ട് അർജുന്റെ പ്രിയപ്പെട്ടവർക്ക്. ഗംഗാവലി പുഴയിൽ ഇന്നലെയും ഇന്നുമായി നടത്തിയ തിരച്ചിൽ ഏറെ നിർണായകമായിരുന്നു. നേവി അടയാളപ്പെടുത്തിയ കോൺടാക്ട് പോയിന്റ് 2-ൽ അർജുന്റെ ലോറിയുണ്ടെന്ന് സ്കൂബ ഡൈവേഴ്സ് ഇന്നലെ ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് തിരച്ചിൽ. 12 മീറ്റർ താഴ്ചയിൽ നിന്നാണ് ക്രെയിൻ ഉപയോഗിച്ച് അർജുന്റെ ലോറി ഉയർത്തിയത്. ലോറിയുടെ ക്യാബിനിൽ മൃതദേഹ ഭാഗങ്ങളുണ്ടായിരുന്നു. മൃതദേഹം അർജുന്റേതാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. വണ്ടിയിൽ അർജുനുണ്ട്, വണ്ടി നമ്മളതാണ്. കണ്ടെത്തി നമ്മളിത് എത്രയോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട്, ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട്, വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോവില്ല അർജുന്. മൃതദേഹവും ലോറിയും പുറത്തെടുക്കുമ്പോൾ അർജുന്റെ ബന്ധു ജിതിനും പുഴയുടെ തീരത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് അവസാനം വരെ പോരാടുന്നില്ലേ. ഇപ്പം എല്ലാവർക്കുള്ളൊരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വണ്ടി ലഭിച്ചു കഴിഞ്ഞു. എല്ലാ വിവാദങ്ങൾക്കുള്ളൊരു ഉത്തരം തന്നെയാണ്. കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് ഞങ്ങൾ കരുതിയത് തന്നെയായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. മൃതദേഹ ഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും. മൃതദേഹം അർജുന്റേതാണെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധനയും നടത്തും. ദൗത്യവുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ 24-നോട്. Now we got the body and we got the truck. Body, if administration and police department should take the action. And first of all, I will thankful to you people from Kerala, all media people. ഏറെ ശ്രമകരമായാണ് പുഴയിൽ നിന്ന് ലോറി കരക്കെത്തിച്ചത്. അർജുന് വേണ്ടി കാത്തിരുന്നവരുടെ ഉള്ളുപോലെ അശാന്തമായിരുന്നു ഗംഗാവലി പുഴയും. ഇപ്പോൾ ശാന്തമായ ഒഴുക്ക്. അർജുന്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ നിറയുന്നതും ഇതുപോലെ ഭാരമേറിയ ശാന്തതയാകും. ടീം 24 ശിരൂർ. അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ കാർവാർ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. ശിരൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും അരുൺ പൂപ്പറമ്പിയും വിവരങ്ങളുമായി ചേരും. കോഴിക്കോട് കണ്ണാടിക്കല്ലെ അർജുന്റെ വീട്ടിൽ നിന്ന് KR ഗോപികൃഷ്ണൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ കൂടി ചേരും. ആദ്യം അരുൺ പൂപ്പറമ്പിലേക്കാണ്. അരുൺ, ഇനി അറിയേണ്ടത് എപ്പോൾ അവിടെ നിന്ന് അർജുന്റെ മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നേരത്തെ സംസാരിച്ചിരുന്നുവല്ലോ. എന്തൊക്കെയാണ് അവർ വ്യക്തമാക്കിയ കാര്യങ്ങൾ, അരുൺ? ഉന്മേഷ്, DNA പരിശോധന വേണം എന്നതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിയമപരമായിട്ടുള്ള പ്രൊസീജിയറാണ്, ഒഫീഷ്യൽ പ്രൊസീജിയറാണ് എന്നതാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ
അർജുൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം 2 മൃതദേഹം കൂടി ഇവിടുന്ന് ലഭിക്കാനുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ക്ലെയിം പിന്നീട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയമപരമായ ഒരു തടസ്സത്തിലേക്ക്, ഒരു പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അതുകൊണ്ട് DNA പരിശോധന ആവശ്യമാണ് എന്നതാണ് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ അർജുൻ്റെ കുടുംബം അവർ പറഞ്ഞത് DNA പരിശോധന ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഈ അർജുൻ്റെ ഈ ലോറിയിൽ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ശരീരാവശിഷ്ടങ്ങൾ പരിശോധിച്ച് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ അവർക്ക് DNA പരിശോധന ഇല്ലാതെ തന്നെ വളരെ വേഗത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ മൃതദേഹം കോഴിക്കോട്ടെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്നൊരാവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അവർ അത് അംഗീകരിക്കും. അത് DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടർ അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും ഒരു ഇളവ് നൽകണമെങ്കിലും അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. അല്പസമയം മുമ്പ് ഈ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുപോയിട്ടുള്ള കാർവാറിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ജിതിനെ കാത്തിരിക്കുന്നുണ്ട്. ജിതിനുമായി കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ജിതിൻ ഈ ആവശ്യം ഉന്നയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ശരീരാവശിഷ്ടങ്ങളിൽ തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു അടയാളമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് DNA പരിശോധന ഇല്ലാതെ തന്നെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യം അവർ ആവശ്യപ്പെടും എന്ന് ജിതിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിയമപരമായിട്ടുള്ള തടസ്സമുണ്ട് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DNA പരിശോധന ഫലം എത്താൻ ഒരു 2 ദിവസം ആവശ്യമാണ് എന്നതാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. 2 ദിവസത്തിന് ശേഷം മാത്രമേ ആയിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുന്ന നടപടികൾ ഉണ്ടാവൂ എന്ന സൂചനയാണ് നമുക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഉന്മേഷ്, കഴിഞ്ഞ 2 മാസത്തിലേറെയായി നമ്മൾ തേടിയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഇന്ന് ഉത്തരം ലഭിക്കുകയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ അർജുനെ തിരിച്ചു ലഭിക്കില്ല, അല്ലെങ്കിൽ അർജുനെ ജീവനോടെ തിരിച്ചു ലഭിക്കില്ല എന്ന് ആ കുടുംബം തന്നെ അത് ഉൾക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊണ്ടിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിൽ ഏത് ദുരൂഹമായി ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ അത് അവസാനിക്കാൻ പാടില്ല, എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കണം എന്ന ആവശ്യമായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത്. അത് ഈ തിരച്ചിലിൻ്റെ പല ഘട്ടങ്ങളിലും അവർ ആവശ്യം ഉന്നയിച്ചു. പിന്നീട് കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ട് കണ്ടവർ സംസാരിച്ചു. അങ്ങനെയാണ് ഒടുവിൽ ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ചുള്ള തിരച്ചിൽ നടപടി ഉണ്ടായത്. വീണ്ടും നമ്മൾ നിരാശയിലേക്ക് പോകുന്നുവെന്നൊരു ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പുഴക്കടിത്തട്ടിൽ നിന്ന് ഡൈവർമാർ ഇങ്ങനെ കണ്ടെത്തുകയും പിന്നീട് ആ മൃതദേഹം ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തത്. അങ്ങനെ ഇത്രയും ദിവസങ്ങൾ നീണ്ട ആ ദൗത്യത്തിനൊരു പരിസമാപ്തിയാകുന്നു എന്നതാണ്. സന്തോഷിക്കാൻ ഏതെങ്കിലും ഒരു ശതമാനം പോലും സന്തോഷം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ പോലും നമ്മൾ തേടിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളമാകെ തേടിയിട്ടുള്ള ഒരു ചോദ്യത്തിന് ആവുകയാണ്. അപ്പോഴും നിരാശയാണ്, വേദനയാണ് ആ കുടുംബം. ജിതിൻ തുടക്കം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അർജുൻ്റെ സഹോദരി അഞ്ജുവും അവിടെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. KR ഗോപികൃഷ്ണൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് കോഴിക്കോട് കണ്ണാടിക്കല്ലെ അർജുൻ്റെ വീട്ടിൽ നിന്ന്. KR ഗോപികൃഷ്ണൻ, ഇനി അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അല്പസമയം മുൻപ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ പ്രതികരിച്ചത് അനുസരിച്ചാണെങ്കിൽ DNA പരിശോധനാ ഫലം വരണം. അതിന് ഒരുപക്ഷെ 2 ദിവസം വരെ സമയമെടുത്തേക്കും.